വിഷയത്തെക്കുറിച്ചുള്ള പത്രക്കുറിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും ഇത് അതിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യജ്ഞത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ പത്രസമ്മേളനത്തിന് ആസ്പദമായ വിഷയം. ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ കാസർഗോഡിൻ്റെ ബഹുസ്വരത സാക്ഷ്യപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ ബഹുസ്വരതയെ ദീപ്തമാക്കുന്ന ഏതു തരത്തിലുള്ള കൃതികളും നമ്മുടെ ഈ ഭാഷാ സംഗമഭൂമിക്ക് ഒരിക്കലും അധികം പറ്റില്ല. ഇത്രമാത്രം കൂടുതൽ അത്തരത്തിലുള്ള കൃതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അത്രയും നമ്മുടെ ഈ സംസ്കൃതിക്ക് അത് ഗുണം ചെയ്യും. അപ്പം ആ രീതിയിൽ കന്നഡയും മലയാളവും തുളുവും വ്യാരിയും ധാരാളം ഭാഷകൾ കൈകോർക്കുന്ന ഈ മണ്ണിലേക്കാണ് മലയാളത്തിലെ ആദ്യത്തെ ഒരു ബൃഹത്തായ കന്നഡ മലയാളം നിഘണ്ടു വരുന്നത്. അതും കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു വലിയ സംരംഭമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി തയ്യാറാക്കിയ ബൃഹത്തായ വലിയ പുസ്തകമാണ് കന്നഡ മലയാളം നിഘണ്ടുവാണ്. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പൊതുസമൂഹത്തിനൊക്കെ തന്നെ വളരെ ഏറെ ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരു സംരംഭമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭം യാഥാർത്ഥ്യമാകുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഗ്രന്ഥം രചിച്ച ആളാണ് ശ്രീ ബി ടി ജയറാം. ശ്രീ ബി ടി ജയറാം ഈ രീതിയിൽ മലയാളവും കന്നഡയും തുളുവും ഒക്കെ അറിയുന്ന ഒരാളാണ്. പല ഭാഷകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. വളരെ ഗവേഷണാത്മകമായ രീതിയിൽ ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ആളാണ്. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ ഉദുമ സ്വദേശിയാണ്. അദ്ദേഹം മുൻകാലത്ത് സെയിൽസ് ടാക്സ് ഓഫീസറായിരുന്നു. അതിലുപരി 1970-കളിൽ അദ്ദേഹം നമ്മുടെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിട്ട് കുറച്ചു കാലം ജോലി ചെയ്ത ആൾ കൂടിയാണെന്നുള്ളത് ചിലപ്പോൾ ഇവിടെ അറിയാത്തവർ ഇഷ്ടപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ അറിയുന്നില്ല, അറിയാത്തവരുണ്ടാവും. അദ്ദേഹം നമ്മുടെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൂടിയാണ് ആയിരുന്നു. അതെ. അപ്പം അത്തരത്തിൽ പിന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള ഈ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുള്ളത് വലിയ പൊതു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. ധാരാളം എഴുതിയിട്ടുണ്ട്, കവി സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭാഷയും സാഹിത്യത്തെയും ഒക്കെ തന്നെ വ്യത്യസ്ത ഭാഷകളെ മലയാളത്തെയും കന്നഡയും ഒക്കെ തന്നെ ഉള്ളിൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സഹൃദയനാണ്, സാഹിത്യ ആസ്വാദകനാണ്. അതെല്ലാം ഈ പുസ്തകത്തിൽ രചനയ്ക്ക് വഴിതെളിച്ചത്. അപ്പോൾ അദ്ദേഹം കുറേ വർഷങ്ങളായി ഇതിൻ്റെ പറയുന്നൊരു തപസ്യയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ സാക്ഷാത്കാരമാണ് സമീപ ഭാവിയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ കന്നഡ മലയാളം നിഘണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പറയുന്നത് അദ്ദേഹം അനുഭവിച്ച മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കും. അപ്പം ഈ നിഘണ്ടുകാരനെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ശ്രീ ബി ടി ജയറാമിനെ. പിന്നെ ഇവിടെയുള്ളത് എൻ്റെ ഇപ്പോൾ തൊട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ കെ വി കുമാരമാഷാണ്. നമുക്കറിയാം ശ്രീ രാഘവൻ മാഷ പോലെ ഉള്ള മറ്റൊരു പ്രകാശ ഗോപുരമാണ് നമ്മുടെ വിവർത്തന രംഗത്ത്. ഒരു മുഖവരുടെ ആവശ്യമില്ല, വലിയ അറിവിൻ്റെ നിറകുടമായ അദ്ദേഹം ഗ്രന്ഥകാരൻ, വിവർത്തകൻ, പ്രഭാഷകൻ, ഇതിലുപരി ഞങ്ങളുടെയൊക്കെ കാസർഗോഡ് പീപ്പിൾസ് ഫോറത്തിൻ്റെ സാരഥി എന്ന നിലയിലൊക്കെ അറിയപ്പെടുന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കുമാരൻ മാഷ്. ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഓഫീസറായിരുന്നു, അധ്യാപകൻ, ഹെഡ് മാഷായിരുന്നു. ഈ രീതിയിൽ വളരെ ബഹുമുഖ പ്രതിഭയായ ഒരു വ്യക്തിയാണ് ഇവിടെയുള്ളത്. ഇവരുടെ ഈ കുമാരൻ മാഷയുടെ ഒക്കെ സഹായം ശ്രീ പി ടി ജയറാം ഈ രംഗത്ത് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. മോശമൊക്കെ വിശദമായി സംസാരിക്കും. പിന്നെ തൊട്ട് ഇവിടെ അടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭാഷയും സംസ്കാരത്തെയും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുകയും ആ രംഗത്ത് ധാരാളം സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്, എഴുത്തുകാരിയാണ് പ്രൊഫസർ മീനാക്ഷി രാമേന്ദ്രൻ. അത് അവർ മംഗലാപുരത്ത് താമസിക്കുന്നത്. പക്ഷെ കാസർഗോഡ് ജില്ലയുമായിട്ട് വലിയ ആത്മബന്ധമുള്ളവരാണ് അവർ. മലയാളം അറിയാം, കന്നഡ അറിയാം, പല ഭാഷകളറിയാം, തുളു അറിയാം. എഴുത്തുകാരിയാണ്. ധാരാളം ഈ സാഹിത്യ സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്.
ആയിരക്കണക്കിൽ ശിഷ്യസമ്പത്തുള്ള വലിയൊരു അധ്യാപികയാണ് പ്രൊഫസർ ഡോക്ടർ മീനാക്ഷി രാമേന്ദ്രനെ ഹൃദയപൂർവ്വം ഞാൻ ഈ പത്രസമ്മേളനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. അവരുടെയൊക്കെ സഹായം ശ്രീ ബി ടി ജയറാമിന് ഈ രംഗത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഭാഷകളുടെ അന്യ പദങ്ങളൊക്കെ അതിൻ്റെ പുറകിലുള്ള ഒരു യാത്ര നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സഹായം അനിവാര്യമാണ്. ആ രീതിയിൽ അവർ ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ശ്രീ ജയറാം അവരുടെ അങ്ങേയറ്റം നന്ദി ഉള്ള ആളാണ്. മറ്റൊരാൾ മിസ്റ്റർ പാലക്കുന്നിൽ കുട്ടിയാണ്. പാലക്കുന്നിൽ കുട്ടിയെക്കുറിച്ച് ഇവിടെയുള്ള പത്രസുഹൃത്തുക്കൾ ചിലപ്പോൾ അറിയാം. അദ്ദേഹം ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. മർച്ചൻ്റ് നേവിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പാലക്കുന്നിലാണ് താമസിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം മർച്ചൻ്റ് നേവിയിൽ പോയില്ലെങ്കിൽ അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന നമ്മുടെ ഇടയിലുള്ള ഒരു മാധ്യമപ്രവർത്തനമായിട്ട് മാറുമായിരുന്നു. ഇപ്പോഴും എല്ലാ പ്രമുഖ പത്രങ്ങൾക്കും വേണ്ടി ധാരാളം വാർത്തകൾ അനുദിനം കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ പാലക്കുന്നിൽ കുട്ടി. വളരെ നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക പ്രവർത്തകനാണ്, സഹൃദയനാണ്, സുമനസ്സാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. ഇതേപോലെ ഭാഷകളെയും സംസ്കാരങ്ങളൊക്കെ അങ്ങേറ്റം ആദരിക്കുന്ന, വിലമതിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ പാലക്കുന്നിൽ കുട്ടി. അപ്പോൾ ഇവരുടെ എല്ലാം സഹായവും പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ തന്നെ ഈ സംരംഭത്തിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഈ വേദിയിൽ നക്ഷത്ര ശോഭയോടെ ഞാനിവിടെ കൊണ്ട് ചെന്ന് ഇരുത്തിയിരിക്കുന്നത്. വെറുതെ അല്ല, അത് വരുന്നവർക്കുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇവരുടെ സാന്നിധ്യം ഈ ചടങ്ങിൽ. ഇത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടായ്മ കൂടിച്ചേരലിൻ്റെയൊക്കെ ഫലമാണ്, ആത്യന്തികമായ ഫലമാണ് ഈ ഒരു നിഘണ്ടു യാഥാർത്ഥ്യമായിട്ട് മലയാള ഭാഷയ്ക്കും കന്നഡ ഭാഷയ്ക്കും മുന്നിൽ അങ്ങനെ വളർന്നു വരുന്നത്, വളരെ സൗരഭ്യത്തോടെ വളർന്നു വരുന്നത്. ആ രീതിയിലുള്ള ഈ ഗ്രന്ഥത്തെ, ഈ നിഘണ്ടുവിനെ, ഈ രണ്ട് ഭാഷകളും രണ്ട് സംസ്കാരങ്ങളും രണ്ട് സംസ്കൃതിയും രണ്ട് ജനസമൂഹവും ഹൃദയപൂർവ്വം ഏറ്റു വാങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് മാധ്യമപ്രവർത്തകരുടെ എല്ലാം അഗീതമായ ആത്മാർത്ഥമായ സഹായവും പിന്തുണയും വേണം. കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളാണ്, മാധ്യമപ്രവർത്തകരാണ്. ഇതാ വരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു നവീന സംരംഭം. ഇത് പൊതുസമൂഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രയോജനപ്പെടും എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിനകത്തും പുറത്തും എത്തുന്ന രീതിയിലുള്ള ഒരു മാധ്യമ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് ശ്രീ ബി ടി ജയറാം പ്രവേശിക്കും, പ്രൊഫസർ മീനാക്ഷി രാമേന്ദ്രൻ സംസാരിക്കും, കുമാരമാഷ് സംസാരിക്കും, ശ്രീ പാലക്കുന്നിൽ കുട്ടി സംസാരിക്കും. പ്രിയപ്പെട്ട ബി ടിയെ ഞാൻ ഹൃദയപൂർവ്വം മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. മാധ്യമ സുഹൃത്തുക്കൾക്ക് നവവത്സ ആശംസകൾ നേരുകയാണ്. ഈ ജനുവരിയിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എൻ്റെ സുഹൃത്ത് കുട്ടി, ആ വേദിയിൽ പങ്കെടുക്കാൻ എന്ന് സമ്മതിച്ച എൻ്റെ ഗുരുനാഥൻ കൂടിയായ കുമാരമാഷ്, പ്രഭാകരൻ, ഡോക്ടർ മീനാക്ഷി, വലിയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇത് കേരള സർക്കാരിൻ്റെ സംരംഭമാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കാർത്തികൻ സാറിൻ്റെ സമ്മതത്തോടു കൂടി നടന്ന ഒരു പത്രസമ്മേളനം. ചെറുപ്പം മുതലേ ഭാഷയോടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. മലയാള മാതൃഭാഷയായി എനിക്ക് കന്നഡ പഠിക്കാനാണ് അവസരം കിട്ടിയത്. അന്ന് കേരളമില്ല. പഠിച്ച് കേരളത്തിലും മംഗലാപുരത്ത് കന്നഡ പഠിച്ചു. വീണ്ടും മലയാളത്തിലേക്ക് വന്നു. പക്ഷേ ജോലിയിൽ പ്രവേശിച്ചു, ഡിഗ്രി എടുത്തു, LLB എടുത്തു. ഇതൊക്കെ ആയിരുന്നെങ്കിലും പക്ഷേ ഭാഷയെ ഞാൻ കൈവിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്കത് വളരെയധികം ഗുണം ചെയ്തു. വളരെ യാദൃശ്ചികമായി തിരുവനന്തപുരത്ത് ഒരു പുസ്തക കച്ചവടക്കാരനായിട്ട് നീങ്ങാൻ വേണ്ടി ഒരു തീരുമാനമെടുത്ത് 20 വർഷം തിരുവനന്തപുരത്ത് താമസിച്ച് എനിക്ക് കുറേ പുസ്തക കച്ചവടം നടത്താമെന്നുള്ളൊരു ചെറിയ കട ഇടാൻ വേണ്ടിയിട്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നാണ്. യാദൃശ്ചികമായി പ്രൊഫസർ കാർത്തികൻ സാറായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹം ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഞങ്ങൾക്ക് കന്നഡ മലയാളം നിഘണ്ടുവില്ല, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു സെക്കൻഡ് നേരം ആലോചിച്ചു, ശ്രമിക്കാമെന്ന്. അരമണിക്കൂർ നീണ്ട ചർച്ചക്കൊടുവിൽ എൻ്റെ കഴിവ് അദ്ദേഹം ബോധ്യപ്പെടുകയും 1 മണിക്കൂറിനകത്ത് എനിക്ക് ഓർഡർ അടിച്ച് കൈ തിരിച്ചു. ആ ഓർഡറുമായി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്ന് ഡോക്ടർ മീനാക്ഷി മേഡം, കുമാരൻ സാറ്, പിന്നെ MA റീമാൻ, എഴുത്തുകാരനായ MA റീമാനാണ് മലയാളം വെർഷൻ നോക്കുന്നത്. അവരെയൊക്കെ സഹായം കൊണ്ട് നിഘണ്ടു ഇപ്പോൾ 1500ഓളം പേജോ DTP എടുത്തു കഴിഞ്ഞു. ഏതായാലും സ്ക്രൂട്ടിനി കഴിയാൻ മാത്രമേ ബാക്കിയുള്ളൂ. ജനുവരി 20-ാം തീയതിക്കകം ഈ സാധനം തിരുവനന്തപുരത്തേക്ക് അയക്കും. ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഈ നിഘണ്ടു
ഭാഷ കാസർഗോഡ് ഓഫീസുകളിലേക്ക് തിരുവനന്തപുരം മുതലുള്ള ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അവർക്കെല്ലാം ഭാഷയുടെ വലിയ പ്രശ്നങ്ങളാണ്. ആ ഓഫീസുകളിലേക്ക് വില്ലേജ് ഓഫീസ് മുതൽ കോളേജ് തലം വരെയുള്ള എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. കഴിയുന്നതും കന്നഡയിലെ മുഴുവൻ വാക്കുകളും 99% വാക്കുകളും ഈ ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിൽ ബൃഹത്തായ ശ്രമമാണ്. 2 വർഷം വേറെ ഒരു ജോലിക്ക് പോവാതെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രഭാകരൻ പറഞ്ഞ പോലെ തന്നെ, പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ അറിയാവുന്ന ആളാണ്, മാധ്യമ ഗുരുവാണ് ഇവിടുത്തെ. പിന്നെ നിങ്ങളെല്ലാവരും തന്നെ, അപ്പോൾ എനിക്ക് എല്ലാവരും മുഖപരിചയമില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഇപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പരിചയപ്പെടാം. പിന്നെ പഴയ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പത്രക്കാരെല്ലാവരും തന്നെ ഒരു കമ്മിറ്റി അംഗങ്ങളെ പോലെ തന്നെ നിങ്ങളെല്ലാവരും യാത്ര ചെയ്ത് ചന്ദ്രഗിരി പാലം, അതിലൊരു കമ്മിറ്റി അംഗം പോലെ പത്രക്കാർ പ്രവർത്തിച്ചു. അതിൻ്റെ 78 അതിനൊരു ആക്ഷൻ കമ്മിറ്റി കൺവീനറാകാനൊരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. പത്രങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും മാറി മാറി വന്ന സർക്കാരിൻ്റെ പിന്തുണയും കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവിട്ട ചന്ദ്രഗിരി പാലം നിലവിൽ വരികയാണ്. അതിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സപ്പോർട്ട് അതിന് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടി ഇപ്പോൾ ഒരു എഴുത്തിൻ്റെ പക്കത്തേക്ക് ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും തേടണമെന്ന് അത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് ഒരു പഠ്യത്തിലെ കന്നഡ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇത്. ആ കന്നഡയാണ് ഇവിടെ. നാടൻ ശൈലിയിലെ ചില വാക്കുകളുണ്ട്, ചില വേർഡ്സ് നാടൻ ശൈലി കാസർഗോഡ് ശൈലിയിലുണ്ട്. പക്ഷെ അത് പഠ്യകന്നഡ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട് കന്നഡയിൽ. മാംഗ്ലൂരിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കന്നഡയാണ്. അതാണ് കൂടുതൽ ഇവിടെ. കാസർഗോഡിലെ കുറേ വാക്കുകൾ, പുതിയ വാക്കുകൾ, കാസർഗോഡ് വാക്കുകൾ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇതുവരെ ഒരു ഡിക്ഷണറിയിൽ വരാം. തിരുവനന്തപുരം വാക്കുകളുണ്ട്, മറ്റുള്ള പല ജില്ലകളിൽ നിന്നുമുണ്ട്. കാസർഗോഡിലെ ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഒരു പുതുതായിട്ട് വരുന്നതെല്ലാം മാഷ് അത് പറഞ്ഞത്. അപ്പോൾ ഭാഷാവിദഗ്ധന്മാരാണ്, അവർക്ക് അറിയാം കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. വലിയൊരു സംരംഭം ഏറ്റെടുത്ത് പൂർത്തീകരിച്ച ജയറാമിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇത് സാധാരണ നിലയിൽ ഏറ്റെടുക്കാൻ ആരും ധൈര്യപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ബൃഹത്തായ കാര്യമാണ്. ഇപ്പോൾ കന്നഡത്തെ മുഴുവൻ ശബ്ദങ്ങളും തേടിയെടുത്ത് അതിന് അർത്ഥം കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ആ കാര്യമാണ് ജയറാം നിർവഹിച്ചിരിക്കുന്നത്. ഈ കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അഭിനന്ദിച്ചേ മതിയോ. കാരണം ഇതൊരു അത്യാവശ്യ കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്ന മാതിരി കാസർഗോഡ് 7, 8, 9 ഭാഷകൾ സംസാരിക്കുന്നു. ഇവിടെയുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഈ ഭാഷകൾക്കൊന്നും പരസ്പര വൈരമില്ല. എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെയാണ് തോന്നുന്നത്. കന്നഡക്കാർ മലയാളികളെ, മലയാളക്കാർ കന്നഡക്കാർ വിദ്വേഷം പുലർത്തുന്ന ഏർപ്പാട് കൂടിയില്ല. നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതാണ്. കന്നഡക്കാർ മലയാളം പഠിക്കാനും മലയാളക്കാർ കന്നഡം പഠിക്കാനും അന്യോന്യം മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി ഇന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും അത്യാവശ്യമായി വരുന്നത് ഇപ്പോൾ കന്നഡക്കാർ മലയാളം വായിക്കുമ്പോൾ ഒരു ഡിക്ഷണറി അത്യാവശ്യമാണ് പല കാര്യത്തിലും. അതില്ലെങ്കിൽ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അതേമാതിരി കന്നഡ കൃതികൾ വായിക്കുമ്പോൾ മലയാളികൾക്കും ഇതിൻ്റെ വിപരീതമായ ക്രിയ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജയറാം മേധാവിലൂടെ കന്നഡ മലയാളം ഡിക്ഷണറി ഉണ്ടാക്കി. ഇനി നേരെ മറിച്ചുള്ളത് ഇവിടെ ഉണ്ടാവാൻ വളരെ അത്യാവശ്യമാണ്. മലയാളം കന്നഡ എനിക്കൊന്ന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കും. ഇപ്പോൾ ജയറാം പറഞ്ഞ മാതിരി തിരുവനന്തപുരത്ത് വരുന്ന ആൾക്ക് ഒരു മലയാള ശബ്ദത്തിലുള്ള കന്നഡ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടി അടിയന്തരമായിട്ടും നമുക്ക് ആവശ്യമാണ്. ആ എഞ്ചിൻ കൂടി ജയറാം ഏറ്റെടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മറ്റ് ഭാഷകളിൽ നമ്മുടെ ഇവിടെ ഈ സംസാര ഭാഷ മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഷകളിൽ പോലും ഇപ്പോൾ തുളു അതിന് ലിപിയില്ല, ഭാഷ ഗ്രന്ഥങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് സ്ഥിതി നേരെ മറിച്ചാണ്. അതിലൊക്കെ വളരെ ഗംഭീരമായ വളരെ ബൃഹത്തായ കൃതികൾ
കണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുളു മലയാളം ഡിക്ഷണറി ആവശ്യമാണ്. അത് നമ്മുടെ ഡോക്ടർ ശ്രീധര മാഷ് നിർവഹിച്ചിരിക്കുന്നു. അത് ബൃഹത്തായതെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് തുടക്കം അദ്ദേഹം കുറിച്ചിരിക്കുന്നു. അതേമാതിരി ബ്യാരി ഭാഷ, ഇങ്ങനെ മുസ്ലിം സംസാരിക്കുന്ന ഒരു ഭാഷ എന്നുള്ളത് കൂടുതൽ അതിൽ കൃതികൾ ഉണ്ടാകുന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നില്ല അതുവരെ. ഇന്ന് സ്ഥിതി നേരെ മറിച്ചാൽ ഒരുപാട് കൃതികൾ അതിലുണ്ട്. അതിനും ഈ ഡിക്ഷണറി ആവശ്യമാണ്. ശ്രീധര ഭാഷ അത് കൂടി നിർവഹിച്ചിരിക്കുന്നു. ബ്യാരി ഡിക്ഷണറി അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നു. ഇനി കൊങ്കിണി ഭാഷയിൽ സ്ഥിതി തന്നെയാണ്. സംസാരിക്കാൻ മാത്രം ഉപയോഗിച്ച ആ ഭാഷയിൽ ഇപ്പോഴും ഒരുപാട് നല്ല കൃതികൾ വന്നിരിക്കുന്നു. ഇനി മലയാളികൾക്ക് അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അതിന് ഒരു കൊങ്കിണി മലയാളം ഡിക്ഷണറി ആവശ്യമാണ്. നേരെ മറിച്ചിട്ടുണ്ടാവണം, മലയാളം കൊങ്കിണി ഭാഷ കൊണ്ടുണ്ടാവണം. അങ്ങനെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 8-9 ഭാഷകൾക്ക് ഒരു 18 ഡിക്ഷണറിക്കുള്ള സാധ്യതയുണ്ട്. അതിന്റെ ആദ്യത്തെ പടിയാണ് ജയറാമൻ നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ അഭിനന്ദനം അദ്ദേഹം അറിയിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കൃതികൾ, ബാക്കിയുള്ള ഡിക്ഷണറികൾ ഉണ്ടാക്കാൻ ഇനി ഞാൻ പറഞ്ഞ മാതിരി ഇനി മലയാള കന്നഡ ഡിക്ഷണറി അതും വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇതേ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. 1500 കുറയാത്ത പേജുകൾ അതിന് വേണ്ടി വരും. അതിനും ഏറ്റവും പറ്റിയ ആള് ജയറാം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഷകളിലും ഇത് അനുവദിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി തുളു മലയാളം ഡിക്ഷണറി വന്നു, ഇനി മലയാളം തുളു വരേണ്ടിയിരിക്കും. അതേമാതിരി ബ്യാരി മലയാളം ഡിക്ഷണറി വന്നു, ഇനി മലയാളം ബ്യാരി ഡിക്ഷണറി വരണം. കൊങ്കിണിയിൽ ഡിക്ഷണറി ഉണ്ടോന്ന് എനിക്കറിയില്ല. അത് കൊങ്കിണി മലയാളവും മലയാളം കൊങ്കിണിയും വരേണ്ടതുണ്ട്. അതൊക്കെ അടുത്ത കാലത്ത് തന്നെ ഉണ്ടാകുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനുള്ള ഒരു പ്രചോദനമായിരിക്കും ഇവിടെ ജയറാം നിർവഹിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ജയറാം പ്രഭാകരനൊക്കെ പറഞ്ഞ മാതിരി മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനൊരു വഴികാട്ടിയാവാൻ നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങൾ നടത്തണം എന്നുള്ള അപേക്ഷയോടുകൂടി നിർത്തുകയാണ്. എല്ലാ മാധ്യമങ്ങൾക്കും നമിച്ചുകൊണ്ട് 1-2 വാക്കുകൾ സംസാരിക്കാൻ. സർ, ജയരാമൻ സർ ഏറ്റെടുത്ത ഈ കാര്യം സാധാരണമായ കാര്യമല്ല. ഇതൊരു വലിയ സംരംഭമാണ്. ഒരു ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ല. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ആ 2 ഭാഷകളും ചിലപ്പോൾ അതിനും കൂടുതൽ ഭാഷകളും അറിയേണ്ടി വരുന്നുണ്ട്. സർ അങ്ങനത്തെ അതുപോലെയുള്ള ഒരു വലിയ കാര്യമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കാര്യത്തിൽ ഉൾക്കൊള്ളാൻ, ഇതിൽ എന്നെ ഉൾക്കൊള്ളാൻ സർ എന്നെ ഉൾക്കൊള്ളുന്ന വേണ്ടി അവർ ചെയ്ത ഈ കാര്യമുണ്ടല്ലേ, സത്യത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നവർക്ക്. അതുപോലെ ഒരു കന്നഡ മലയാളം ഡിക്ഷണറി ആവശ്യമാണെന്ന് സത്യം, അത് സത്യത്തിനും ആവശ്യമാണ്. അതായത് ഞാൻ മംഗലാപുരത്ത് ഫാദർ മുല്ലേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു ലാംഗ്വേജ് എക്സ്പേർട്ടായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക്, മലയാളം കുട്ടികൾക്ക് അറിയാം, നമ്മൾ കേരളത്തിലെ കുറേ കുട്ടികൾ മാംഗ്ലൂർ, കർണാടകയിലെ കുറേ സ്ഥലത്ത് അവർ പഠിക്കാൻ പോകുന്നുണ്ട്. അവർക്ക് സത്യത്തിനും ഇതിൻ്റെ ആവശ്യമുണ്ട്. എല്ലാറ്റിനേക്കാളും ആ കുട്ടികൾക്കാണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. അവർക്ക് പഠിപ്പിക്കുമ്പോൾ അവർ അതിനെപ്പറ്റി അവർ ഇങ്ങോട്ട് പറയാനുണ്ട്. മാഡം, ഞങ്ങൾക്ക് സത്യത്തിന് ഇതിൻ്റെ ആവശ്യമാണ്, ഞങ്ങൾക്ക് വേണം ഇത്, വി വാണ്ട് കന്നഡ, ഞങ്ങൾക്കത് കന്നഡ പഠിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ അവിടെ പഠിക്കുമ്പോൾ അത് എത്ര ആവശ്യമുണ്ട് എന്നറിയുന്നത് അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു. അതുപോലെ സർ ചെയ്ത ഈ കാര്യം ഒരു വലിയ കാര്യമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ കാസർഗോഡ് ജനിച്ചവർ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. അതായത് നമ്മൾക്ക് കുറേ ഭാഷകളറിയാം. എല്ലാം ശരിക്കും എല്ലാ ഭാഷകളും ശരിയറിയാമെന്നല്ല, എന്നാലും കുറേ ഭാഷകളറിയാം. എന്തൊക്കെ ഭാഷകളുണ്ട് ഇവിടെ? കൊങ്കണിയുണ്ട്, തുളുണ്ട്, മലയാളമുണ്ട്, കന്നഡ ഉണ്ട്. അതുപോലെ നായക്കുമാരെ മറാഠി ഭാഷയുണ്ട്. അതുപോലെ ഉണ്ട് മറാഠി. അത് അവർ കർണാടക സൈഡിലുള്ളവർ അവർ
കന്നഡ അല്ലെങ്കിൽ തുളുവാണ് സംസാരിക്കല്. അതായത് ഇവിടെ കാസർഗോഡ് സൈഡിലെ മറാഠികൾ മറാഠി ഭാഷയാണ് സംസാരിക്കല്. നായക് എന്ന് പറയുന്നവർ അവർ മറാഠി ഭാഷയാണ് സംസാരിക്കല്. അതുപോലെ ഈ ഭാഷകൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സമയത്തിന് ഒരു കാലത്തിന് പിന്നെ മറ്റൊരു കാലത്തേക്ക് പോകുമ്പോൾ അത് ഭാഷകൾ ചിലപ്പോൾ മാഞ്ഞിപ്പോകുന്നുണ്ട്. അങ്ങനെ മാഞ്ഞിപ്പോവാതെ പോലെ അത് നമ്മൾ സംരക്ഷിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സർ പറഞ്ഞതുപോലെ, പ്രഭാകരൻ സർ അതേപോലെ കുമാരൻ സർ പറഞ്ഞതുപോലെ വേറെ വേറെ ഭാഷകളുണ്ടല്ലോ ഇവിടെ. കൊങ്കണി ഭാഷ, ബ്യാരി ഭാഷ, തുളു, ഇതിന് വേണ്ട ഒരു ഡിക്ഷണറി സത്യത്തിന് നമുക്ക് ആവശ്യമാണ്. അതുപോലെ സർ ഇപ്പോൾ പറഞ്ഞതുപോലെ മലയാളം കന്നഡ ഡിക്ഷണറിയും നമ്മൾക്ക് ആവശ്യമാണ്. അതിന് ജയറാം സർ അതിനെ ഏറ്റെടുക്കും. ഞങ്ങൾ എല്ലാവരും അവർക്ക് സഹായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. ഞങ്ങൾ സഹായം എപ്പോഴും ഉണ്ടാവും. സാറ് ചെയ്യുന്ന കാര്യം വലിയ കാര്യമാണ്. അതിനെ നമ്മൾക്ക് സഹായിക്കാന്ന് പറഞ്ഞാൽ പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ ചേർത്തത് തന്നെ ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ ഇത് ചെയ്യാമോ? ഈ അതിനെ കോർത്തു വെച്ചവർ സ്റ്റൈലുണ്ടല്ലേ, അതാണ് നല്ല ഒരു സ്റ്റൈലോടെ അവർ കോർത്തു വെച്ചിട്ടുണ്ട്. ആ കന്നഡയിലെ പദങ്ങൾ, കന്നഡയുടെ ആ ശബ്ദങ്ങൾ എടുത്തിട്ട് അതിന് ശരിയായ മലയാളം ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചിലപ്പോൾ ചില ശബ്ദങ്ങൾ 1, 2, 3, 4 മാത്രം അർത്ഥങ്ങളുണ്ടാവും. അതായത് ചിലത് അങ്ങനെയല്ല, 25ഓളം ശബ്ദങ്ങളും ഉണ്ടാവും. അതിന് മീനിങ്സ്, അതായത് അതിന് തുല്യമായ മലയാള ശബ്ദങ്ങൾ ചിലപ്പോൾ അതിന് കൂടുതലുണ്ടാവും. പക്ഷെ സർ അതിനെല്ലാം ചേർക്കാൻ ആയതും ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കാം, നമ്മൾക്ക് ഇങ്ങനെ അതിന് കാണുമ്പോൾ തന്നെ അറിയാം സർ എത്ര ശ്രമിച്ചിട്ടുണ്ടാവും, എത്ര കാലം അതിന് വേണ്ടിയിട്ട് അവർ രാത്രിയും പകലും എല്ലാം ശ്രമിച്ചിട്ടുണ്ട് സർ. അത് നമുക്ക് മനസ്സിലായുണ്ട് അതിനെ കാണാൻ. അതുകൊണ്ട് സർ ഇതൊരു കാര്യം നല്ലോണത്തോട് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാ കന്നഡയും പിന്നെ മലയാളം എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു.